കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കുളിക്കാനിറങ്ങിയപ്പോൾ തിരയിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച രാവിലെയാണ് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റ് ഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. കാണാതായ ബംഗളൂരു റൂറൽ സ്വദേശി സന്തോഷ് കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ണൂർ ടൗൺ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇയാളുടെ കൂടെ തിരയിൽപ്പെട്ട മനോജിനെ ലൈഫ് ഗാർഡും തീരദേശ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റ മനോജ് ചികിത്സയിലാണ്. കനത്ത വേലിയേറ്റ സമയത്താണ് ബേഫോറിന് സമീപം സംഘം 200 മീറ്ററോളം കടലിലേക്ക് ഇറങ്ങിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങി വരികയായിരുന്ന സംഘത്തിൽപ്പെട്ട യുവാവാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന് സമാനമായി ശനിയാഴ്ച രാവിലെ 9:15 പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം കടലിൽ ഇറങ്ങിയ മൈസൂരുവിൽ നിന്നുള്ള 8-അംഗ സംഘവും അപകടത്തിൽപ്പെട്ടിരുന്നു. തിരയിൽപ്പെട്ട 24-കാരനായ ചിരന്ത് ശർമ്മയാണ് ലൈഫ് ഗാർഡുമാർ രക്ഷപ്പെടുത്തിയത്. അഴീക്കൽ തീരദേശ പോലീസ്, ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ, ലൈഫ് ഗാർഡുകൾ എന്നിവർ 3 ബോട്ടുകളിലായി ശനിയാഴ്ച രാത്രി വരെ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും സന്തോഷ് കുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏഴിമല നാവിക അക്കാദമിയുടെ സഹായവും തേടിയിരുന്നു. ലൈഫ് ഗാർഡുമാരായ വിജേഷ് ജോസഫ്, ഡേവിഡ് ജോൺസൺ, തീരദേശ പോലീസ് വാർഡൻ അരുൺ എന്നിവരും തിരച്ചിലിൽ പങ്കെടുത്തു. അപകട വിവരമറിഞ്ഞ് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, TK മോഹനൻ MLA തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. പയ്യാമ്പലത്ത് സുരക്ഷ കൂട്ടാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കാനും തീരുമാനിച്ചു.